അഞ്ജലി. ഹായ് സെബ ചേച്ചി. ഹായ്. കോട്ടയംകാരിയാണല്ലേ? കോട്ടയത്ത് സെബ എവിടെയാ? ചേച്ചിയുടെ പാലായില. പാല. ഓക്കെ. പിന്നെ സെബ ചേച്ചിയുടെ പാട്ടൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ലോകയില് പാടിയിട്ടുള്ള പാട്ടില്ലേ? ആഹാ. ലോക കണ്ടായിരുന്നോ? കണ്ടില്ല, പക്ഷെ പാട്ട് ഞാൻ ആഹാ, പടം കണ്ടില്ല. ചേച്ചിയുടെ മാത്രം ഫാനാ. പാട്ട് മാത്രം കേട്ടു. അപ്പൊ ഇന്ന് എന്താ പാടാൻ പോകുന്ന നമുക്ക് വേണ്ടി? ഇന്ന് ഞാൻ മനസ്സിൻ മണിച്ചിമിഴിൽ എന്ന് പറഞ്ഞ പാട്ട്. ആഹാ. അരയന്നങ്ങളുടെ വീട്. അപ്പൊ എന്തായാലും പാട്ടിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞോളൂ, കേൾക്കാം. വർഷം 2000, സംഗീതം രവീന്ദ്രൻ മാഷ്, എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി സാർ, പാടിയത് യേശുദാസ് സാർ. പിന്നെ ഞാനും ദാസാറുമായിട്ടൊരു ചെറിയ കണക്ഷൻ ഉണ്ട്. ഡയറക്റ്റ് ആയിട്ടല്ല, അല്ലാതെ 2ാം സീസണിലും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ തോറ്റുപോയി. 3ാം സീസണിലും വന്നു, തോറ്റുപോയി. 4ാം ഓഡീഷനിൽ 4ാം സീസണിലും വന്നിട്ട് കിട്ടിയില്ല. അപ്പൊ ഞാൻ ഡൗൺ ആയപ്പോഴത്തേനും അച്ഛനും അമ്മയും ദാസാറിന്റെ കഥയൊക്കെ പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്ത്. മറ്റേ ആകാശവാണിയില് ദാസാറിന് പടം സൗണ്ട് അതിന് ചേരുവോ എന്നൊക്കെ ഓർത്തിട്ട് പറഞ്ഞു വിട്ടല്ലോ. പക്ഷെ ദാസാർ എടുത്ത ആ എഫേർട്ടിനും ആ പ്രാക്ടീസും ഒക്കെ കൊണ്ടാണ് നമ്മളിപ്പോ ലോകം മുഴുവൻ അറിയുന്നത്. അപ്പോൾ അതുപോലെ ഞാനും എനിക്ക് പറ്റുന്ന പോലെ ചെറിയ എഫേർട്ടൊക്കെ എടുത്ത് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് ഈ ടോപ്പ് സിംഗറിന്റെ ഒരു ഭാഗമായി. ഇന്നത്തെ പാട്ട് ഗംഭീരാക്കും അല്ലേ? അതെ. ഇതുപോലെ സൗണ്ട് കൊള്ളില്ലാന്ന് പറഞ്ഞ് റിജക്ട് ചെയ്ത വേറൊരാളും കൂടി ഉണ്ട്, ഫേമസ് ആള്. നമ്മളെല്ലാം വളരെയധികം ആരാധിക്കുന്ന, ഇന്ത്യയിലെ മൊത്തം ജനങ്ങളും ആരാധിക്കുന്ന വേറൊരു വ്യക്തി കൂടി ഉണ്ട്, അമിതാഭ് ബച്ചൻ. അപ്പൊ അദ്ദേഹത്തിന് ഇതുപോലെ ശബ്ദം കൊള്ളില്ല എന്ന് പറഞ്ഞു വിട്ടത്. പക്ഷെ ആ ശബ്ദം അതെ, ഐക്കോണിക് ശബ്ദമാണ്. അതെ. എന്തായാലും ഇന്നത്തെ പാട്ട് ഗംഭീരാവട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.
സൂപ്പർ മൈഥിലി കുട്ടി, സൂപ്പർ സൂപ്പർ കാലക്കി. അപ്പൊ എന്തായാലും വളരെ വളരെ സന്തോഷമായി ഇന്ന് മൈഥിലിയുടെ പാട്ട് കേട്ടപ്പോ. ഇപ്പോ ഇന്ന് മൈഥിലിക്ക് കിട്ടുന്ന മാർക്ക് അറിയണ്ടേ? എല്ലാരും വെയിറ്റ് ചെയ്യുക. എത്രയായിരിക്കും? 99. മതിയോ? ഓക്കെ, അത് മതിയെന്നല്ല, എത്ര തന്നാലും കുഴപ്പമില്ല. എത്ര തന്നാലും കുഴപ്പമില്ല. അപ്പൊ 97 കൊടുക്കാം. 95 97 തരാം. 95 ആക്കാം അല്ലേ മോളെ? 95 ആക്കാം. അതെ, അങ്ങനെ എത്ര തന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ആ വിശാല മനസ്സ് കണ്ടില്ലേ? ജബയ്ക്ക് ഈ പാട്ട് കേട്ടിട്ട് എത്ര മാർക്ക് കൊടുക്കാനാ തോന്നുന്നത്? എനിക്ക് പേഴ്സണലി അവള് പറഞ്ഞ പോലെ തന്നെ 99 കൊടുത്താൽ സെറ്റ് ആയിരിക്കും. അത് മതിയോ ജബ? ചോയ്സ് ഉണ്ട് ഇനിയും. അതെ, എന്നാ പിന്നെ നമുക്ക് 100 കൊടുക്കാം. അതാണ് എന്റെ ശരി. അതാണ് വേണ്ടത്. ഐശ്വര്യമായിട്ട് അങ്ങോട്ട് 100 on 100. പെയ്യട്ടെ ഒരു നല്ല മധുരമഴ. ആ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടല്ലോ. നാട്ടിൽ നിന്ന് ആളെ കൂട്ടി വന്നിരിക്കുക. മിഠായി പറക്കാൻ. ഞാൻ നന്നായി പാടി എന്റെ അച്ഛന്റെ അനിയത്തിയത്. എന്നാ എല്ലാരും ചെന്നോ, മിഠായി പറക്കാൻ ചെന്നോ. അതെ, 10 സെക്കൻഡ് ആണേ. എന്റെ മുതക്കൾ 1 2 3 4 5 6 7 8 9 എന്താ പറഞ്ഞേ? 10. ഇതുവരെ വളരെ ശരിയാണ്. വളരെ ശരിയാണ്. ഇത് മാത്രല്ല, മൈഥിലി കുട്ടിക്ക് ഒരു സമ്മാനവും കൂടി ഉണ്ട്. നമ്മുടെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ മൈഥിലി കുട്ടിയാണ്. യെസ്. അപ്പൊ സെബ ചേച്ചി, വെൽക്കം. മൈഥിലി കുട്ടിക്ക് വിലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. മൈഥിലി കുട്ടി ഒരു സ്റ്റേറ്റ് അവാർഡ് വിന്നറിനായിട്ടാണ് നമ്മളിത് മേടിച്ചോണ്ടിരിക്കുന്നത്. ഒരു സന്തോഷം തോന്നല്ലേ? ഇത് പകർന്നു കിട്ടിയായിരിക്കും അല്ലേ ചേച്ചി ഭാവിയിലേക്ക്? ഇവിടെയും ഒരു സ്റ്റേറ്റ് അവാർഡ്. ബെസ്റ്റ് വിഷസ്, നല്ല അസലായി പാടിയിട്ടുണ്ട്. അതന്നെ പറഞ്ഞ പോലെ തന്നെ 1 2 3 കുറെ സ്റ്റേറ്റ് അവാർഡ്സ് ഇങ്ങനെ കിട്ടട്ടെ. ഓക്കെ, താങ്ക് യു ചേച്ചി. താങ്ക് യു മൈഥിലി കുട്ടി.